നമസ്കാരം. 10th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ, അതിലെ ടേം കണക്ഷൻസും പിന്നെ പേജ് നമ്പർ 26 ക്വസ്റ്റ്യൻസും ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടേം കണക്ഷൻസ് അഥവാ പദബന്ധങ്ങൾ. ഇപ്പം ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 എക്സെട്ര. കോമൺ ഡിഫറൻസ് 1 വരുന്നത്. ഇവിടെ ഇത് തേർഡ് ടേം, അതായത് ഇവിടെ എക്സ് ജനറലായിട്ട് നമ്മൾ x1 x2 അങ്ങനെ കൊടുക്കേണ്ട. x3 ഇത് x4 ഇത് x5 x6 x7 x8 എക്സെട്ര. അപ്പം ഈ തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇത് രണ്ടും കൂടെ, അതായത് ഈ ഫോർത്ത് ടേമിൽ നിന്ന് ഒരേ കോമൺ ഡിഫറൻസ് ആണ് ഇതിൽ രണ്ടിലേക്കും. തൊട്ട് മുന്നിലുള്ള ടേമും തൊട്ട് പിന്നിലുള്ള ടേമുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 3 + 5 8 കിട്ടും അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 3 + 5 8 ആണ്. അതായത് 3 എന്നുള്ളത് x3 തേർഡ് ടേം പ്ലസ് 5 എന്നുള്ളത് ഫിഫ്ത്ത് ടേം x5 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x4 അല്ലേ? x4 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. x3 + x5 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x4, അതായത് 2 ഇൻറ്റു ആ മിഡിൽ ടേം ആണ് വരുന്നത്. ഇനി ഈ സെക്കൻഡ് ടേമും അതുപോലെ സിക്സ്ത് ടേമും കൂടെ ആഡ് ചെയ്യാം. സെക്കൻഡ് ടേം 2, സിക്സ്ത് ടേം 6. അപ്പം 2 + 6 എന്ന് പറഞ്ഞാൽ 8 അല്ലേ ഇവിടെ വരുന്നത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 8 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ x2 + x6 ഇസ് ഈക്വൽ ടു അതും 2 ഇൻറ്റു x4 എന്ന് എഴുതിക്കൂടെ? x4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡിലിൽ വരുന്ന ടേമാണ്. 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 8. ഇവിടെയും വരുന്നത് 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 8. അതായത് ഇപ്പം ഇവിടെ രണ്ടാമത്തെ ടേമും ആറാമത്തെ ടേമും, അപ്പം അതിൻ്റെ മിഡിലായിട്ട് വരുന്നത് ഫോർത്ത് ടേമാണ് അല്ലേ? ഫോർത്ത് ടേമിൽ നിന്ന് ഈ ആറാമത്തെ ടേമിലേക്കും അതുപോലെ ഫോർത്ത് ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമിലേക്കും ഒരേ കോമൺ ഡിഫറൻസിൻ്റെ ആണ് വരുന്നത്. അതായത് ഇവിടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു, ഇവിടെ 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണ് വരുന്നത്. അതായത് അത് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. ഇനി അതുപോലെ അടുത്തെടുത്ത് നോക്കിയാൽ ഈ x1ഉം x7ഉം കൂടെ ആഡ് ചെയ്താൽ 1 + 7 8. അപ്പോഴും വരുന്നത് അങ്ങനെയല്ലേ? x1 + x7 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x4 തന്നെയാണ്. അതായത് 2 ഇൻറ്റു മിഡിൽ ടേം 8. അപ്പം നമുക്ക് ഇവിടുന്ന് എന്താ മനസ്സിലാവുന്നത്? In an arithmetic sequence, sum of 2 terms at the same distance behind and ahead a term is twice this term. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ മുന്നിലും പുറകിലും നിൽക്കുന്ന 2 ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ് കിട്ടുന്നത് 2 ഇൻറ്റു ആ മിഡിൽ ടേം ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 6 8 10 12 എക്സെട്ര അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. ഇതിൽ 6 + 10 എന്തായിരിക്കും? 6 + 10 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മിഡിൽ ടേം അല്ലേ? 2 ഇൻറ്റു 8 16. 6ഉം 10ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 16 കിട്ടും. അതുപോലെ 2 ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേം കൂട്ടിയാൽ 16 കിട്ടും. നമുക്ക് ജനറലായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ x1 x2 x3 x4 അങ്ങനെ ടേംസ് പോവുകയാണ് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ. അപ്പോൾ x3 + x5 എടുക്കുകയാണെങ്കിൽ x3 + x5, x3ഉം x5ഉം അതിൻ്റെ മിഡിൽ ടേം എന്താണ്? x4 ആണ്. 2 ഇൻറ്റു x4 ആയിരിക്കും. അതുപോലെ ഇത് രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ x2ഉം x5ഉം കൂടി എടുക്കുകയാണെങ്കിൽ x2ഉം x6ഉം കൂടിയാണ് കേട്ടോ. x2 + x6
അതായത് x4ൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ആണ് ഇത് രണ്ടും. ഇതും എങ്ങനെയായിരിക്കും? 2 ഇൻറ്റു x4 ആയിരിക്കും. ഇനി അടുത്ത ടേം x1ഉം x7ഉം കൂടി എടുക്കുകയാണെങ്കിൽ x1 പ്ലസ് x7 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x4. അതുപോലെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 1 2 3 4 5 6 7 8 എക്സെട്ര അങ്ങനെ പോകും. അപ്പം നമുക്ക് ഈ 3 ടേംസും കൂടെ ആഡ് ചെയ്യുന്നത്, അതായത് 4ാമത്തെ ടേമും 5ാമത്തെ ടേമും 6ാമത്തെ ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4 പ്ലസ് 5 പ്ലസ് 6 ഇതെന്ത് വരും? 15 ആണ് അല്ലേ? ഈ 15 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി അതുപോലെ ഇത് 3ഉം കൂടിയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇനി ഈ 5 ടേം മൂന്നാമത്തെ 3 4 5 6 7 ഇവരെല്ലാവരെയും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 25 വരും. ഈ 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 അല്ലേ? ഇനി ഈ 2ാമത്തെ ടേമും തൊട്ട് 8ാമത്തെ ടേം വരെ ആഡ് ചെയ്താൽ 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8. അപ്പോൾ 35. ഈ 35 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 7 ഇൻറ്റു 5 അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, കൺസിക്യൂട്ടീവ് ടേംസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത് അടുത്തടുത്തുള്ള പദങ്ങളാണ് നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത്. ഇപ്പം ഇത് 4ാമത്തെ പദം, ഇത് 5ാമത്തെ പദം, ഇത് 6ാമത്തെ പദം, അങ്ങനെ അടുത്തടുത്തുള്ള ടേംസ് ആണ് ഇവിടെ നോക്കുന്നത്. ഇപ്പം ഈ 3 ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടി. ഈ 15 എന്നുള്ളത് 3 ഇൻറ്റു 5, 3 എന്നുള്ളത് ഇവിടെ 3 നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നത്. 3 ഇൻറ്റു 5 എന്നുള്ളത് മിഡിൽ ടേം ആണ്. അതുപോലെ പിന്നീട് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന 5 ടേംസ് ആണ് അല്ലേ? 3ാമത്തെ ടേം തൊട്ട് 7ാമത്തെ ടേം വരെ. അത് നമ്മൾക്ക് കൂട്ടിയപ്പോൾ 25 കിട്ടി. 25 എന്നുള്ള 5 ഇൻറ്റു 5, 5 ടേം ആഡ് ചെയ്തപ്പോൾ 5 ഇൻറ്റു 5 എന്നുള്ളത് മിഡിൽ ടേം. ഇത് ഇനി ഇവിടെ നോക്ക്, നമ്മൾ 7 ടേം ആഡ് ചെയ്തിട്ടുണ്ട് 2ാമത്തെ ടേം തൊട്ട് 8ാമത്തെ ടേം വരെ. അപ്പോൾ ഇവിടെ 7 ടേം വരുന്നുണ്ട്. 7 ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 35 ആണ്. അത് 7 ഇൻറ്റു 5, അതായത് 7 ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ ഇത് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? കൺസിക്യൂട്ടീവ് ടേംസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ കൺസിക്യൂട്ടീവ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ നമ്പർ ഓഫ് ടേംസ് ഓഡായിരിക്കണം കേട്ടോ, ഒറ്റ സംഖ്യ ആയിരിക്കണം. എത്ര ടേംസ് എന്നുള്ളത് ഒറ്റ സംഖ്യ ആയിരിക്കണം. അതിൻ്റെ നമ്മൾ കൺസിക്യൂട്ടീവ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സം വരുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അതായത് ഇപ്പം 5 പദങ്ങളാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ 5 ഇൻറ്റു അതിൻ്റെ മിഡിലിൽ വരുന്ന പദം. 9 ടേംസാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 9 ഇൻറ്റു മിഡിൽ ടേം. 11 ടേംസാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 11 ഇൻറ്റു മിഡിൽ ടേം. അതായത് in an arithmetic sequence the sum of a term and the consecutive terms at the same distance behind and ahead is the product of this term and the number of terms. അതായത് number of terms into middle term ആയിരിക്കും അതിൻ്റെ സം. നമുക്ക് ജനറലായിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ x1, x2, x3, x4, x5, x6, x7 എക്സെട്ര അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് x3 പ്ലസ് x4 പ്ലസ് x5 എന്തായിരിക്കും? x3 പ്ലസ് x4 പ്ലസ് x5 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു x4. അതുപോലെ x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ്. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ ടേം എന്താണ്? x4. ഇനി 7 ടേംസ് എടുക്കാം. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 ഇസ് ഈക്വൽ ടു, ഇവിടെ എത്ര ടേം ഉണ്ട്? 7 ടേം അല്ലേ?
അപ്പോൾ 7 ഇൻറ്റു മിഡിൽ ടേം x4. അതായത് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം, അതായിരിക്കും അതിൻ്റെ സമ്മ്. The fourth term of an arithmetic sequence is 8. Find the sum of the pairs of terms given below. Third and fifth, second and sixth, first and seventh. What is the sum of the third, fourth and fifth terms? What is the sum of 5 terms from the second to the sixth? What is the sum of 7 terms from the first to the seventh? ഫോർത്ത് ടേം തന്നിട്ടുണ്ട് 8 ആണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് തേർഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സമ്മാണ്. x3, x4, x5, x3 പ്ലസ് x5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x4 എന്നുള്ളത് അതിൻ്റെ മിഡിൽ ടേം ആണ് അല്ലേ. അത് x4ൽ നിന്ന് ഒരു ടേം പുറകിലുള്ളതാണ് x3, ഒരു ടേം മുന്നിലുള്ളതാണ് x5. അപ്പോൾ ഒരേ പൊസിഷൻ ഡിഫറൻസ് ആണ്. ദെർഫോർ x3 പ്ലസ് x5 എന്തായിരിക്കും? മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. x3 പ്ലസ് x5 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x4. x4 എന്താണ്? 8, 16. ഡി പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? x2 പ്ലസ് x6 ആണ്. x2 പ്ലസ് x6. ഇപ്പം x3, x4, x5, x6, ഇവിടെ x1, x2, x3. x1, x1 വേണ്ട, x2 പ്ലസ് x6 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം x2, x3, x4, x5, x6. ഈ x4ൽ നിന്ന് ഒരേ പൊസിഷൻ ഡിഫറൻസിലാണ് x6ഉം x2ഉം. അതായത് സെക്കൻഡ് ടേമും സിക്സ്ത് ടേമും ഫോർത്ത് ടേമിൽ നിന്ന് ഒരേ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ഇതിനിടയിൽ ഇവിടെ ഒരു ടേമേ ഉള്ളൂ, അതുപോലെ ഇതിനിടയിൽ ഇവിടെ ഒരു ടേമേ ഉള്ളൂ. അപ്പോൾ ഒരേ പൊസിഷൻ ഡിഫറൻസിലാണ് x4ൽ നിന്ന് x2ഉം x6ഉം നിൽക്കുന്നത്. അപ്പോൾ x2 പ്ലസ് x6 എന്തായിരിക്കും? x4ൻ്റെ ഡബിൾ ആയിരിക്കും. x2 plus x6 is equal to 2 into x4. 2 into 8, 16. ഇനി സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് x1 പ്ലസ് x7. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ x2 തൊട്ട് x6 വരെ, അപ്പോൾ ഇവിടെ ഒരു ടേം കൂടുന്നു x7, അതുപോലെ ഇവിടെ ഒരു ടേം വരുന്നു x1. അപ്പോഴും ഈ ഫോർത്ത് ടേമിൽ നിന്ന് ഒരേ പൊസിഷൻ ഡിഫറൻസ് അല്ലേ x1ലേക്കും x7ലേക്കും. അതുകൊണ്ട് തന്നെ x1 പ്ലസ് x7 എന്തായിരിക്കും? ഈ മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. x1 പ്ലസ് x7 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x4. 2 ഇൻറ്റു 8, 16. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് x3 പ്ലസ് x4 പ്ലസ് x5. അത് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം. ഈ 3 ടേമിൻ്റെയും സമ്മാണ്. നമ്മൾ പഠിച്ചല്ല, അടുത്തടുത്തുള്ള 3 ടേംസ് ആണ് വരുന്നതെങ്കിൽ അതായത് x3 അടുത്തടുത്തുള്ള ടേം അല്ലേ, x4 ഫോർത്ത് ടേം, x5. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടറ്റത്തുള്ള ടേംസിൻ്റെ തുക എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ ഇവിടെ 3 നമ്പേഴ്സാണുള്ളത്. 3 ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും. x3, x4, x5 ഇത് കൺസിക്യൂട്ടീവ് ടേംസ് ആണ്. മിഡിൽ ടേം എന്ന് പറയുന്നത് സം ഓഫ് x3 ആൻഡ് x5 ഈസ് 3 ഇൻറ്റു x4. x3 പ്ലസ് x4 പ്ലസ് x5 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു x4. അതായത് 3 ഇൻറ്റു 8, 24. അതായത് 3ഉം അടുത്തടുത്തുള്ള ടേംസ് ആണ്. 3 ടേംസ് ആണ്. അപ്പോൾ രണ്ടറ്റത്തെ ടേംസിൻ്റെ തുക എന്ന് പറയുന്നത് നടുക്കുള്ള ടേം ഇൻറ്റു 3 ടേംസ് അല്ല, ഇൻറ്റു 3. അതിൽ തേർഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് ഫ്രം സെക്കൻഡ് ടു സിക്സ്ത്. അതായത് രണ്ടാമത്തെ ടേം തൊട്ട് 6ാമത്തെ ടേം വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. സെക്കൻഡ് ടേം തൊട്ട് സിക്സ്ത് ടേം. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം, x2 സെക്കൻഡ് ടേം x2
പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6. 6th ടേം വരെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇതെല്ലാം അടുത്തടുത്തുള്ള ടേംസ് ആണ്. ഇത് എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. അപ്പോൾ 5 ടേംസ് ഉണ്ട്. ആ 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് ഇതിന്റെ മിഡിൽ ടേം എത്രയാണ്? x4 ഇൻറ്റു 5 ടേംസ് അല്ലേ? അപ്പോൾ 5 ഇൻറ്റു x4 ആയിരിക്കും. 5 ഇൻറ്റു മിഡിൽ ടേം x4, 5 ഇൻറ്റു 4 മിഡിൽ ടേം എന്താണ്? 8, 40. നാലാമത്തെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ സം ഓഫ് ദ 7 ടേംസ് ഫ്രം ഫസ്റ്റ് ടു 7th. അത് ഫസ്റ്റ് ടേം തൊട്ട് 7th ടേം വരെയുള്ള ടേംസിന്റെ സം കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ടേം x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7. ഇവിടെ എത്ര ടേം ഉണ്ട്? 7 ടേംസ് ഉണ്ടല്ലേ? അടുത്തടുത്തുള്ള 7 ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സം എന്തായിരിക്കും? മിഡിൽ ടേം ഇൻറ്റു എത്ര ടേംസ് ഉണ്ട്? 7 ടേംസ് ആണ്. അപ്പം ഇതിന്റെ സം എന്താണ്? 7 ഇൻറ്റു മിഡിൽ ടേം മിഡിൽ ടേം എന്താണ്? x4. 7 ഇൻറ്റു x4 എന്താണ്? 8, 56. The common difference of an arithmetic sequence is 2 and the sum of the 9th, 10th, 11th terms is 90. Calculate the first 3 terms of the sequence. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് d is equal to 2. അതുപോലെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ദ 9th, 10th and 11th terms is 90. അതായത് 9ാമത്തെയും 10ാമത്തെയും 11ാമത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 9th x9 പ്ലസ് x10 പ്ലസ് x11 ഈക്വൽ ടു 90. അപ്പോൾ ഇവിടെ നോക്കിയാൽ അടുത്തടുത്തുള്ള ടേംസ് ആണ് അല്ലേ? x9, x10, x11 അടുത്തടുത്തുള്ള ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഈ 2 ടേമിൻ്റെ സം എന്തായിരിക്കും? ഈ 3 ടേംസിന്റെ സം എന്തായിരിക്കും? 3 ഇൻറ്റു x10. x9 പ്ലസ് x10 പ്ലസ് x11 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു x10 എന്ന് എഴുതാം. ഈക്വൽ ടു 90. അപ്പോൾ x10 ഇതിൽ നമുക്ക് x10 കിട്ടും. 90 ഡിവൈഡഡ് ബൈ 3, 30 ആണ് x10. 10th ടേം 30 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് അറിയാം, 2 ആണ്. അപ്പം നമുക്ക് 9th ടേമും 11th ടേമും കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ്. അതായത് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ x1, x2, x3 ഈ 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് 10th ടേം കിട്ടി. ഇനി ഇവിടെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടേം ഡിഫറൻസ് is equal to term difference is equal to common difference into position difference. Term difference is equal to common difference into position difference. അപ്പോൾ നമ്മളിവിടെ നമ്മളിപ്പോൾ എടുക്കുന്നത് ഫസ്റ്റ് ടേമും 10th ടേമുമാണ്. 10th ടേം നമുക്കറിയാം, ഫസ്റ്റ് ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x1 മൈനസ് x10 ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണ്. 2 ഇൻറ്റു പൊസിഷൻ ഡിഫറൻസാ 1 മൈനസ് 10 അല്ലേ? പൊസിഷൻ 1ഉം 10ഉം ആണ്. അപ്പോൾ 1 മൈനസ് 10. x1 മൈനസ് x10 അറിയാം എന്താണ്? 30 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് 10 എന്താണ്? -9. ഇതെന്ത് വരും? -18. ഇനി x1
ഇസ് ഈക്വൽ ടു -18 ഇവിടെ ഉള്ളത്. ഈ -30 ഇവിടെ വരുമ്പോഴും ഈക്വൽസിൻ്റെ ഇപ്പുറം വരുമ്പോൾ +30. അപ്പം ഇതെന്ത് വരും? 30ന്ന് 18 കുറച്ചിട്ട് 30യുടെ സൈൻ. കാരണം ഇതല്ലേ വലുത്, 30 അല്ലേ വലുത്, 30 പോസിറ്റീവ് ആണ്. അപ്പം എന്ത് വരും? +12 വരും. ഫസ്റ്റ് x1 12 കിട്ടി. ഇനി ആദ്യത്തെ 3 ടേംസ് ആണ്. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് നമുക്ക് എത്ര ടേംസ് വേണമെങ്കിലും പിടിക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ഫസ്റ്റ് 3 ടേംസ് അല്ലേ. അപ്പം ഫസ്റ്റ് 3 ടേംസ് ആർ ആദ്യത്തേത് 12, പിന്നെ 2 കൂട്ടിയാൽ 14, പിന്നെ 2 കൂട്ടിയാൽ 16.